കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ത തത്ത കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മളെന്താണ് പറഞ്ഞ വെച്ചാൽ തൃണബിന്ദു എന്നുള്ള രാജർഷി മകളെ പുലസ്ത്യന് കൊടുത്തു, അല്ലേ? ഗർഭിണിയായില്ലോ. അപ്പോൾ പുലസ്ത്യന് വിവാഹം കൊടുത്തു, അതെ, ദാനം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ആ മകളെ നല്ലോണം പുലസ്ത്യമുനിയെ നല്ലോണം ശുശ്രൂഷിച്ചപ്പോൾ പുലസ്ത്യമുനി വളരെ പ്രീതനായി. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരുടെയും വംശത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു പുത്രനെ ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞി പ്രസവിക്കണതൊക്കെയാണ് കേട്ടോ. തതപ്രാസൂത സാ പുത്രം പുലസ്ത്യാല്ലോകവിശ്രുതം വിശ്രവ ഇതി വിഖ്യാത പൗലസ്ത്യോ ബ്രഹ്മവിന്മുനി. തതഃ സാ, അനന്തരം അവൾ, സാ എന്നാണ് കേട്ടോ ദീർഘം, സ ച അവൻ എന്നാണ്, സാ ചാൽ അവൾ, പുലസ്ത്യത് പുലസ്ത്യനിൽ നിന്ന് ലോകവിശ്രുതം പുത്രം, അതായത് ഈ കുട്ടിക്ക്, ഈ തൃണബിന്ദുവിൻ്റെ മകൾക്ക് പുലസ്ത്യനിൽ നിന്ന് ലോകം മുഴുവൻ കീർത്തിക്കപ്പെടുന്ന പുത്രനെ ഈ സ്ത്രീ പ്രസവിച്ചു. വിശ്രവ ഇതി, വിശ്രവസ് എന്ന വിഖ്യാത പൗലസ്ത്യ, വിഖ്യാതിയെ പ്രാപിച്ച പുലസ്ത്യപുത്രൻ ബ്രഹ്മവിദ് മുനി, ബ്രഹ്മത്തെ അറിഞ്ഞ മുനിയായി വിശ്രവസ്. അതായത് അതിനുശേഷം അവള് പുലസ്ത്യനിൽ നിന്ന് ലോകത്തിൽ വളരെ പ്രസിദ്ധനായിട്ട് തീർന്ന ഒരു പുത്രനെ പ്രസവിച്ചു. ആ പുത്രൻ്റെ പേര്, നിനക്ക് പുത്രൻ ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചുല്ലോ. അപ്പോൾ പുത്രനെ പ്രസവിച്ചു. അപ്പോൾ എന്താ പേരിട്ടത് വെച്ചാൽ വിശ്രവസ എന്നാണ് പേര്. ആ വിശ്രവസ, പുലസ്ത്യൻ്റെ പുത്രനായിട്ടുള്ള ആ വിശ്രവസ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള മുനിയായിത്തീർന്നു. അതായത് ഇവളുടെ പുലസ്ത്യൻ്റെയും മകൻ വിശ്വവിഖ്യാതനായിട്ടുള്ള വിശ്രവസ മുനി ആയിത്തീർന്നു. മനസ്സിലായില്ലേ? അതാണ് ഇതിൽ പറഞ്ഞത്. അങ്ങനെ പ്രസവിച്ചപ്പോൾ നല്ല പുത്രനാണെന്ന് ഉണ്ടാവട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ചുല്ലോ. അപ്പോൾ വളരെ ബ്രഹ്മജ്ഞാനിയായി തീർന്ന ഒരു പുത്രനുണ്ടായി. അതാണ് വിശ്രവസ. തഥ പ്രാസൂത സാ പുത്രം പുലസ്ത്യാല്ലോകവിശ്രുതം വിശ്രവ ഇതി വിഖ്യാത പൗലസ്ത്യോ ബ്രഹ്മവിന്മുനി. തസ്യ ശീലാധികം ദൃഷ്ട്വാ ഭരദ്വാജോ മഹാമുനി ഭാര്യാർത്ഥം സ്വം ദുഹിതരം ദധൗ വിശ്രവസേ മുദാ. തസ്യ, അതായത് ഈ വിശ്രവസിൻ്റെ ശീലാധികം ദൃഷ്ട, നല്ല ശീലഗുണങ്ങളൊക്കെ കണ്ടിട്ട് മഹാമുനി ഭരദ്വാജ മുനി എന്താ ചെയ്ത്, സാ ദുഹിതരം, തൻ്റെ പുത്രിയെ, അതായത് ഭരദ്വാജ മുനിക്ക് വിശ്രവസിനെ കണ്ടപ്പോൾ വളരെ തൃപ്തി, നല്ല ഇഷ്ടമായി. അപ്പോൾ തൻ്റെ പുത്രിയെ വിശ്വാസിന് ഭാര്യയായിട്ട് സന്തോഷത്തോടുകൂടി നൽകി. അപ്പോൾ വിശ്രവസിൻ്റെ ആ നല്ല സ്വഭാവ ഗുണമൊക്കെ കണ്ടിട്ട് വളരെ പ്രീതനായിട്ടുള്ള ഭരദ്വാജ മഹാമുനി തൻ്റെ പുത്രിയെ വിശ്രവസിന് വിവാഹം ചെയ്തു കൊടുത്തു. തസ്യ ശീലാധികം ദൃഷ്ട്വാ ഭരദ്വാജോ മഹാമുനി ഭാര്യാർത്ഥം സ്വാം ദുഹിതരം യദൗ വിശ്രവസേ മുദാ. പിന്നെയോ 36. തസ്യാം തു പുത്ര സംജജ്ഞേ പൗലസ്ത്യാല്ലോകസമ്മതഃ പിതൃതുല്യോ വൈശ്രവണോ ബ്രഹ്മണാചാനുമോദിത. തസ്യാം, അതായത് ഈ ഭരദ്വാജമുനിയുടെ മകളിൽ, തസ്യാം തു, ആ ഭരദ്വാജമുനിയുടെ മകളാണല്ലോ അപ്പോൾ ഭാര്യ വിശ്രവസിൻ്റെ, അവളിൽ പുലസ്ത്യപുത്രനിൽ നിന്ന്, മീൻസ് വിശ്രവസിൽ നിന്ന്, ലോകസമ്മത പുത്ര, ലോകത്തിന് മുഴുവൻ സമ്മതമായിട്ടൊരു പുത്രൻ ജനിച്ചു. സംജജ്ഞിച്ചാൽ ജനിച്ചു. പിതൃതുല്യ വൈശ്രവണ, പിതാവിനോട് തുല്യനായ വൈശ്രവണൻ വിശ്രവസിൻ്റെ പുത്രൻ. ബ്രഹ്മണാച്ച, ബ്രഹ്മാവിനാലും സ അനുമോദിത, ബ്രഹ്മാവിനാൽ പോലും ബഹുമാനിക്കപ്പെട്ടു. ഈ വിശ്രവസിൻ്റെയും ഭരദ്വാജമുനിയുടെയും മകളും വിശ്വസിനും ഭരദ്വാജമുനിയുടെ മകൾക്കും കൂടി, ഭരദ്വാജമുനി മകളെ കൊടുത്തു പറഞ്ഞില്ലേ, അതാണ് വിശ്രവസിൻ്റെ ഭാര്യ. അപ്പോൾ വിശ്രവസിൻ്റെ പത്നിയിൽ, അതായത് ഭരദ്വാജമുനിയുടെ മകളിൽ വളരെ വിശ്രുതനായിട്ട്,
വളരെ കേൾവി കേട്ട ഒരു മകനുണ്ടായി. എന്താ പേര്? വൈശ്രവണൻ. മാത്രമല്ല വിശ്രവസിൻ്റെ ഗുണങ്ങൾ മുഴുവൻ തികഞ്ഞ ആളാണ് വൈശ്രവണൻ. അങ്ങനെ വൈശ്രവണനെ അത്ര ഗുണശീലനായതുകൊണ്ട് ബ്രഹ്മാവും കൂടിയും ആദരിച്ചു, അല്ലെങ്കിൽ അഭിനന്ദിച്ചു, അനുമോദിച്ചു എന്ന്. അത്ര നല്ലൊരു മകനായിരുന്നു വിശ്രവസിൻ്റെ പുത്രൻ. പേര് വൈശ്രവണൻ. അതായത് വിശ്രവസിൻ്റെ മകനായതുകൊണ്ടാണ് വൈശ്രവണൻ കേട്ടോ. അതാണ് നമ്മുടെ കുബേരൻ. അതായത് ഭരദ്വാജ മുനിയുടെ പേരക്കുട്ടിയാണ് കുബേരൻ. പിന്നെ തസ്യം തു പുത്ര സംജജ്ഞേ പൗലസ്ത്യാൽ ലോകസമ്മത പിതൃതുല്യോ വൈശ്രവണോ ബ്രഹ്മണാചാനുമോദിത. ബ്രഹ്മാവും കൂടി അനുമോദിച്ചു എന്ന്. ഇനി ദദൗ തത്തപസാ തുഷ്ടോ ബ്രഹ്മ തസ്മൈ വരം ശുഭം മനോഭിലഷിതം തസ്യ ധനേശത്വമഖണ്ഡിതം. അങ്ങനെ ധനേശനായി കുബേരൻ. തത്തപസ, അതായത് ഈ വൈശ്രവണൻ്റെ തപസ്സുകൊണ്ട് തുഷ്ട ബ്രഹ്മ, അങ്ങേയറ്റം പ്രീതനായ ബ്രഹ്മാവ്, തസ്മൈ അവന്, തസ്യ മനോഭിലഷിതം അവൻ്റെ മനസ്സിനാൽ ആഗ്രഹിക്കപ്പെട്ടിരുന്ന അഖണ്ഡിതം ധനേശത്വം, സമ്പൂർണമായിട്ടുള്ള ധനാധിപത്യം, അതായത് ധനാധിപതിയായി, ശുഭം വരം, ശോഭനവരത്തെ ദദൗ ദാനം ചെയ്തു. അതായത് വൈശ്രവണൻ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തപസ് ചെയ്തു. എന്നിട്ട് ബ്രഹ്മാവ് പ്രീതനായിട്ട് പ്രത്യക്ഷനായിട്ട് പരിപൂർണമായ ധനത്തിന് അധീശനാണ് വരണം എന്നായിരുന്നു മോഹം വൈശ്രവണൻ്റെ. പരിപൂർണമായിട്ടുള്ള ധനത്തിന് അധീശനാവണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ വരം ചോദിച്ചപ്പോൾ, ആ വരം ബ്രഹ്മാവ് വൈശ്രവണന് കൊടുത്തു. അങ്ങനെ വൈശ്രവണൻ ധനാധിപതിയായി, അതായത് പരിപൂർണ ധനാധിപതിയായി തീർന്നു. അങ്ങനെയാണ് കുബേരൻ ആയത്. തപസ് ചെയ്ത് ബ്രഹ്മാവ് കൊടുത്ത വരാണ് ധനാധിപതിയായി ആവട്ടെ എന്ന്. ദദൗ തപസാ തുഷ്ടോ ബ്രഹ്മ തസ്മൈ വരം ശുഭം മനോഭിലഷിതം തസ്യ ധനേശത്വം അഖണ്ഡിതം. ധനേശനാവണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അങ്ങനെ ധനേശനായി തീരട്ടെ എന്ന് വരം നൽകി. തതോ ലബ്ധവരസോപി പിതരം ദ്രഷ്ടുമാഗത പുഷ്പകേണ ധനാധ്യക്ഷോ ബ്രഹ്മദത്തേന ഭാസ്വത. തതഃ ലബ്ധവരാസ, അതിനുശേഷം ഈ വരം ലഭിച്ചിട്ട് ധനാധ്യക്ഷ അതായത് ലഭിച്ച വരത്തോടു കൂടി ആ ധനാധിപതി, ധനത്തിൻ്റെ അധിപതിയായി, വരം കിട്ടിയല്ലോ. ബ്രഹ്മദത്തേന, ബ്രഹ്മാവിനാൽ ദാനം ചെയ്യപ്പെട്ട ഭാസ്വത പുഷ്പകേണ, വളരെ പ്രകാശമുള്ള അല്ലെങ്കിൽ ശോഭയോടുകൂടിയ പുഷ്പക വിമാനത്തോടുകൂടി പിതരം ദ്രഷ്ടും, പിതാവിനെ കാണുവാനായി ആഗമിച്ചു. അങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് വരമൊക്കെ കിട്ടിയപ്പോൾ അത് പിന്നെ ബ്രഹ്മാവിൽ നിന്ന് വരം ലഭിച്ചിട്ട് ആ ധനേശ്വരൻ ബ്രഹ്മാവ് കൊടുത്തതും അതിമനോഹരവുമായ പുഷ്പക വിമാനത്തിൽ കയറി സ്വന്തം പിതാവിനെ കാണുവാൻ വന്നു. അതായത് ആരെ? വിശ്രവസിനെ കാണാൻ വന്നു. തതോ ലബ്ധവരസോപി പിതരം ദൃഷ്ടുമാഗത പുഷ്പകേണ. അപ്പം ശരിക്കും വൈശ്രവണൻ്റെയാണ് ശരിക്ക് പുഷ്പക വിമാനെ. അത് പിന്നെ രാവണൻ തട്ടിയെടുത്തതാണ്. ശരിക്കും ബ്രഹ്മാവ് വൈശ്രവണന് കൊടുത്തതാണ്. പുഷ്പകേണ ധനാധ്യക്ഷോ ബ്രഹ്മദത്തേന ഭാസ്വത. അതിമനോഹരവും അതിപ്രകാശമാനമായിട്ടുള്ള പുഷ്പക വിമാനത്തിൽ വന്നിട്ട് വിശ്രവസിനെ കാണാൻ വന്നു എന്ന്. പിന്നെ 39-40 നമസ്കൃത്യാതപിതരം നിവേദ്യ തപസഫലം പ്രാഹമേ ഭഗവാൻ ബ്രഹ്മാ ദത്വാ വരം അനിന്ദിതം നിവാസായ നമേ സ്ഥാനം ദത്തവൻ പരമേശ്വര ബ്രൂഹി മേ നിയതം സ്ഥാനം ഹിംസായത്ര ന കസ്യചിത്. അതാ പിതരം നമസ്കൃത്യ, അത് കഴിഞ്ഞ് പിതാവിനെ നമസ്കരിച്ചിട്ട് തപസഫലം നിവേദ്യ, തപസ്സിൻ്റെ ഫലത്തെ അറിയിച്ചിട്ട് പ്രാഹ പറഞ്ഞു, അതായത് ധനേശ്വരനായിട്ട് എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. ഭഗവാനായ ബ്രഹ്മാവ് മേ അനിന്ദിതം വരം തദ്വ, എനിക്ക് ശ്രേഷ്ഠമായ വരത്തെ ദാനം ചെയ്തിട്ട് പരമേശ്വരൻ നിവാസത്തിനായിക്കൊണ്ട് സ്ഥാനത്തെ മേ ന ദത്തവാൻ, എനിക്ക് ദാനം ചെയ്യില്ല. യത്ര, ബാക്കിയൊക്കെ തന്നു എനിക്കെന്ന്. യത്ര, യാതൊരു ദിക്കിൽ കസ്യജിത്, ആരുടെയും ഹിംസ നസ്യാൽ, ഹിംസ ഉണ്ടാകയില്ലയോ, നിയതം സ്ഥാനം, സ്ഥിരമായ സ്ഥാനത്തെ മേ ബ്രൂഹി, എന്നോട് പറഞ്ഞാലും. എന്താണ് പറയുന്നത് വിശ്രവസിനോട്? ഇപ്പോൾ വൈശ്രവണൻ ധനേശ്വരൻ, ഇപ്പോൾ ധനേശ്വരനായിട്ട് ബ്രഹ്മാവ് പിന്നെ അനുഗ്രഹിച്ചല്ലോ. ആ ധനേശ്വരനായി തീർന്ന ഈ വൈശ്രവണൻ പിതാവിനെ നമസ്കരിച്ചു. എന്നിട്ട് തപസ് കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു വരം കിട്ടിയെന്നൊക്കെ പിന്നെ അച്ഛനോട് പറഞ്ഞതിന് ശേഷം വിശ്രവസിനോട് എന്താ പറഞ്ഞത്?
പരമേശ്വരനായ ഭഗവാൻ ബ്രഹ്മാവ് എനിക്ക് ഉത്കൃഷ്ടമായിട്ടൊരു വരം തന്നു. എന്നാൽ എനിക്ക് എവിടെയാണ് ഞാൻ താമസിക്കേണ്ടതെന്ന് ഒരു സ്ഥലം എനിക്ക് പറഞ്ഞു തന്നില്ല, എനിക്കൊരു സ്ഥലം കൽപ്പിച്ച് തന്നില്ല. അതുകൊണ്ട് എനിക്ക് അതായത് ഈ വരമൊക്കെ തന്നു, പക്ഷെ ഞാൻ ഇന്ന ദിക്കിൽ സ്ഥിരമായി വസിച്ചോളൂ എന്ന് എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് സ്ഥിരമായൊരു വാസസ്ഥാനത്തെ അങ്ങ് കൽപ്പിച്ച് തരണം. എനിക്ക് ആ സ്ഥാനത്ത് മറ്റാരുടെയും ഉപദ്രവം ഉണ്ടാവാതിരിക്കാനും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് സ്വന്തം അച്ഛനോട് പറഞ്ഞു. അതായത് ഈ വരം കിട്ടിയ വിവരവും ധനേശ്വരനായ കാര്യമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ നല്ലൊരു വരമൊക്കെ തന്നു, പക്ഷെ ഞാൻ എവിടെ പോയി താമസിക്കേണ്ടതെന്ന് അല്ലെങ്കിൽ എവിടെയാണ് എൻ്റെ സ്ഥാനം എന്നൊന്നും കൽപ്പിച്ച് തന്നില്ല. അതുകൊണ്ട് അങ്ങ് ഞാൻ എവിടെയാണ് യാതൊരു ശല്യവും ഇല്ലാതെ മറ്റാരെ ഉപദ്രവമില്ലാതെ എനിക്ക് എവിടെയാണ് വസിക്കാൻ സാധിക്കുക, അങ്ങനൊരു സ്ഥാനം അങ്ങ് കൽപ്പിച്ചു തരണമെന്ന് അച്ഛനോട് പറഞ്ഞു. നമസ്കൃത്യാഥ പിതരം നിവേദ്യ തപസഫലം പ്രാഹമേ ഭഗവാൻ ബ്രഹ്മ ദത്വാ വരം അനിന്ദിതം നിവാസായ നമേ സ്ഥാനം ദത്തവൻ പരമേശ്വര ബ്രൂഹിമേ നിയതം സ്ഥാനം ഹിംസായത്ര ന കസ്യചിത്. 41. വിശ്രവ അപിതം പ്രാഹ ലങ്കാനാമപുരി ശുഭ രാക്ഷസാനാം നിവാസായ നിർമ്മിത വിശ്വകർമ്മണ. വിശ്വവാഹ അപി വിശ്രവസ്സും തം പ്രാഹ. അപ്പോൾ വിശ്രവസ് അച്ഛൻ വൈശ്രവനോട് പറഞ്ഞു, അല്ലെങ്കിൽ ധനേശ്വരനോട് എന്താ പറഞ്ഞ്, രാക്ഷസാന നിവാസായ രാക്ഷസന്മാർക്ക് ആയിക്കൊണ്ട് വിശ്വകർമാവിനാൽ ലങ്കാനാമ ശുഭാപുരി, ലങ്ക എന്ന് പേരായിട്ടുള്ളൊരു നല്ല പട്ടണം നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ വിശ്രവസ് പറഞ്ഞു, ഈ വൈശ്രവനോട് അല്ലെങ്കിൽ ധനേശ്വരനോട് പറഞ്ഞു, രാക്ഷസന്മാർക്ക് വസിക്കാൻ ലങ്ക എന്ന പേരായ നല്ലൊരു രാജധാനി പണ്ട് വിശ്വകർമാവ് ഉണ്ടാക്കിയതാണ് ലങ്ക, പണ്ട് രാക്ഷസന്മാർക്ക് താമസിക്കാൻ. വിശ്രവ അപിതം പ്രാഹ ലങ്കാനാമപുരി ശുഭ രാക്ഷസാനാം നിവാസായ നിർമ്മിത വിശ്വകർമ്മണ. 42. ത്യക്ത്വാ വിഷ്ണുഭയാദ് ദൈത്യ വിവിശുസ്തേ രസാതലം സാ പുരി ദുഷ്പ്രഥർഷാന്യൈർമധ്യേ സാഗരമാസ്ഥിത തത്ര വാസായ ഗച്ഛത്വം നാന്യൈ സാധിഷ്ഠിതാ പുരാ. തേ ദൈത്യാഹ, ആ ദിതിപുത്രന്മാർ വിഷ്ണുഭയാദ്, വിഷ്ണുവിൽ നിന്നുള്ള, അതായത് ആ രാക്ഷസന്മാരെ വിഷ്ണുവിൽ നിന്നുള്ള ഭയം കൊണ്ട് രസാതലം വിവിച്ചു, അവർ പാതാളത്തിലേക്ക് പോയി. മധ്യേ സാഗരം, മധ്യത്തിൽ ആസ്ഥിത സാപുരി, അതായത് സമുദ്രത്തിൻ്റെ മധ്യത്തിലാണ് ഈ ലങ്കാപുരി. ആ രാജധാനി അന്യൈഹി ദുഷ്പ്രഥർഷ, അന്യന്മാരാൽ അതിക്രമിക്കപ്പെടുവാൻ കഴിയാത്തതാകുന്ന ഒരു ദ്വീപ് പോലെയാണ്. അപ്പോൾ വലിയ വിഷമാണ് ആൾക്കാർക്ക്, ശത്രുക്കൾക്ക് വന്ന് ആക്രമിക്കാനൊക്കെ. സമുദ്രത്തിന് നടുക്കാണെന്ന് പറയുകയാണ്. തത്ര, അതിൽ വാസായ വസിപ്പാൻ ത്വം ഗച്ഛ, നീ ഇന്നലെ ഒരാളെയും ശല്യം ചെയ്യാണ്ട് താമസിക്കണമെങ്കിൽ വൈശ്രവനോട് വിശ്രവസ് പറഞ്ഞു, ആ ലങ്കയിൽ പോയി താമസിച്ചോളൂ. അവർ മഹാവിഷ്ണുവിനെ പേടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന രാക്ഷസന്മാരൊക്കെ പാതാളത്തിലേക്ക് പോയിരുന്നു, അല്ലെങ്കിൽ രസാതലത്തിലേക്ക് പോയിരുന്നു. ഇപ്പം അവിടെ ആരുമില്ല, ആരും നിന്നെ വരികയും ചെയ്യില്ല. കാരണം സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണത്. പുരാ അന്യൈഹി, പണ്ട് അന്യന്മാരാൽ സാ എന്ന അധിഷ്ഠിത, അതാരും ഇതുവരെ താമസിച്ചിട്ടുമില്ല പറഞ്ഞു. അതായത് അപ്പോൾ വിശ്രവസ് പറഞ്ഞു, നിനക്കൊരു സ്ഥലം താമസിക്കാൻ വേണമെന്നല്ലേ പറഞ്ഞത്? ശരി, ദിതിപുത്രന്മാരായിട്ടുള്ള ആ രാക്ഷസന്മാർ വിഷ്ണുവിനെ ഭയന്നിട്ട് ആ ലങ്കാപുരിയെ ഉപേക്ഷിച്ച് രസാതലത്തിലേക്ക് പോയിരിക്കുന്നു. സമുദ്രമധ്യത്തിലുള്ള ആ ലങ്കാപുരിയെ അന്യന്മാർക്ക് ആക്രമിക്കാൻ കഴിയില്ല, കാരണം 4 പുറം സമുദ്രമാണ്. നീ അവിടെ ചെന്ന് താമസിച്ചോളൂ. രാക്ഷസന്മാർ ഉപേക്ഷിച്ചു പോയതിൽ പിന്നെ, രാക്ഷസന്മാർ അത് ഉപേക്ഷിച്ച് രസാതലത്തിലേക്ക് പോയേ പിന്നെ മറ്റാരും അവിടെ വസിച്ചിട്ടുമില്ല. അപ്പം നിനക്ക് പോവാം, അവിടെ താമസിക്കാം എന്ന് പറഞ്ഞു. ത്യക്ത്വാ വിഷ്ണുഭയോദൈത്യ വിവിശുസ്തേ രസാതലം സാ പുരി ദുഷ്പ്രഥർഷാന്യൈർമധ്യേ സാഗരമാസ്ഥിത തത്ര വാസായ ഗച്ഛത്വം നാന്യൈ സാധിഷ്ഠിതാ പുരാ. അങ്ങനെ പറഞ്ഞു കേട്ടോ. 43. പിത്രാദിഷ്ടസ്ത്വസൗ ഗത്വാ താം പുരിം ധനദോ വിശദ് സതത്ര സുചിരം കാലം ഉവാസ പിതൃസമ്മത
പിത്ര ആദിഷ്ടഃ അസൗ ധനദഃ തു. പിതാവിനാൽ ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട ഈ കുബേരൻ അല്ലെങ്കിൽ ധനേശ്വരനാകട്ടെ താം പുരീം ആ ലങ്കാപുരിയെ അവിശദ് പ്രവേശിച്ചു. പിതൃസമ്മതഃ സ പിതാവിന് സമ്മതനായ അവൻ തത്ര സുചിരം കാലം അവിടെ കുറേ കാലം ഉവാസ വസിച്ചു. അപ്പം അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം വൈശ്രവണൻ അല്ലെങ്കിൽ ധനേശ്വരൻ അല്ലെങ്കിൽ കുബേരൻ എന്നൊക്കെ പറയാം അവിടെ ലങ്കാപുരിയിൽ പോയി താമസിക്കാൻ തുടങ്ങി. കുറേ കാലം അങ്ങനെ താമസിച്ചു, ഒരു ശല്യവും ഇല്ലാണ്ട്. പിത്രാദിഷ്ടസ്ത്വസൗ ഗത്വാ താം പുരീം ധനദോ വിശദ് സ തത്ര സുചിരം കാലം ഉവാസ പിതൃസമ്മത. അങ്ങനെ അവിടെ കുറേ കാലം ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് താമസിച്ചു കേട്ടോ. ഈ 44-45 കസ്യചിത്വധകാലസ്യ സുമാലീ നാമ രാക്ഷസ രസാതലാൻ മർത്യലോകം ചചാര പിശിതാശന ഗൃഹീത്വാ തനയാം കന്യാം സാക്ഷാൽ ദേവീം ഇവ ശ്രിയം അപശ്യദ്ധനദം ദേവം ചരന്തം പുഷ്പകേണ സഹ. അതാ കസ്യചിത് കാലസ്യ തു അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ സുമാലി നാമ പിശിതാശനഃ രാക്ഷസ. സുമാലി എന്ന് പേരായിട്ടുള്ള മാംസം ഭക്ഷിക്കുന്ന ഒരു രാക്ഷസൻ. പിശിതാശന എന്ന് പറഞ്ഞില്ലേ, അശനം ചൽ ഭക്ഷിക്കുക എന്നാണ്. പിശിതാശനൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടോ, മാംസം ഭക്ഷിക്കുന്ന ആളെന്നാണ്. അപ്പോൾ സുമാലി പറഞ്ഞിട്ട് പേരായിട്ടുള്ളൊരു മാംസം ഭക്ഷിക്കുന്ന രാക്ഷസൻ, നോൺ വെജിറ്റേറിയനൊക്കെ തിന്നണ ഒരു രാക്ഷസൻ രസാതലത്തിൽ നിന്ന് സാക്ഷാൽ ശ്രീയം ദേവിയും ഇവ സാക്ഷാൽ ശ്രീദേവി എന്ന പോലെ ഇരിക്കുന്ന തനയാം കന്യാം ഗൃഹീത്ത തൻ്റെ പുത്രിയെയും കൊണ്ട് മർത്യലോകം ചചാര മനുഷ്യലോകത്തിൽ സഞ്ചരിച്ചു സുമാലി. സഹ അവൻ പുഷ്പകേണ ചരന്ത പുഷ്പകത്തിൽ കൂടി ചരിക്കുന്ന ഈ ധനദം ദേവം ധനാധിപനെ അല്ലെങ്കിൽ ധനേശ്വരനെ കുബേരനെ അല്ലെങ്കിൽ വൈശ്രവണനെ അപശ്യത് കണ്ടു. അങ്ങനെ കുറേ കാലം വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ ലങ്കാപുരിയിൽ സുഖമായി താമസിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ കുറേ കാലം വൈശ്രവണൻ ലങ്കയിൽ വസിച്ചുകൊണ്ട് ഇങ്ങനെ സുഖമായി വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മാംസമൊക്കെ ഭക്ഷിക്കുന്ന സുമാലി എന്ന് പേരായിട്ടൊരു രാക്ഷസൻ, വിവാഹം കഴിയാത്തവളും കന്യകയാണ് കേട്ടോ, കന്യകയും സാക്ഷാൽ ലക്ഷ്മീദേവിയെപ്പോലെ സർവലക്ഷണ സമ്പന്നയായിട്ടുള്ള ഒരു പുത്രിയോടുകൂടി സുമാലി പറഞ്ഞ രാക്ഷസൻ മനോഹരിയായിട്ടുള്ള പുത്രിയോട് കൂടിയിട്ട് രസാതലത്തിൽ നിന്ന് മനുഷ്യലോകത്തിൽ സഞ്ചരിച്ചു, ഇങ്ങോട്ട് വന്നു. അപ്പോൾ പുഷ്പവിമാനത്തിലിരുന്ന് സഞ്ചരിക്കണ കുബേരനെ അല്ലെങ്കിൽ വൈശ്രവണനെ കണ്ടു സുമാലി. മകളോടുകൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ കുബേരനെ കാണാനിടയായി, ഈ പുഷ്പവിമാനത്തിൽ സഞ്ചരിക്കണ കുബേരനെ. 44-45 കസ്യചിത്തകാലസ്യ സുമാലി നാമ രാക്ഷസ സോതലാൻ മർത്യലോകം ചചാര പിശിതാശന മാംസഭക്ഷണം കഴിക്കുന്ന ആളാണ് കേട്ടോ. ഗൃഹീത്വാ തനയാം കന്യാൻ സാക്ഷാ ദേവീം ഇവ ശ്രിയം മഹാലക്ഷ്മിയെ പോലെ കണ്ടാനുള്ള ഭംഗിയുള്ള കുട്ടിയാണ് മകള് ഈ സുമാലിയുടെ. അപശ്യധനദം ദേവം ചരന്തം പുഷ്പകേണ സാ പുഷ്പകേവസ്ഥാനത്തിൽ സഞ്ചരിക്കുന്നു കണ്ടു. ഹിതായ ചിന്തയാമാസ രാക്ഷസാനാം മഹാമന ഉവാച തനയാം തത്ര കൈകസിം നാമനാമത. മഹാമനഃ സഹ മഹത്തായ മനസ്സോടുകൂടിയ സുമാലി രാക്ഷസാനാം ഹിതായ രാക്ഷസന്മാരുടെ നന്മയ്ക്കായിക്കൊണ്ട് ചിന്തയാമാസ ചിന്തിച്ചു. തത്ര നാമതഃ കൈകസിം നാമ തനയാം അവിടെ വെച്ച് കൈകസി എന്ന് പ്രസിദ്ധയായ മകളോട് തൻ്റെ മനോഹരിയായിട്ടുള്ള ആ ഭംഗിയുള്ള മകളോട് ഉവാച പറഞ്ഞു. അതായത് രാക്ഷസന്മാർക്ക് എപ്പോഴും നല്ലത് വരണം എന്നാണ്. സുമാലി രാക്ഷസനായത് കാരണം രാക്ഷസന്മാർക്ക് എപ്പോഴും നല്ലത് വരണം, അവരെ രക്ഷിക്കണം എന്നാണ് എപ്പോഴും വിചാരം. അപ്പോൾ രാക്ഷസന്മാരുടെ ഹിതത്തിന് ഉപകരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഈ സുമാലി കൈകസി എന്ന് ആ ഭംഗിയുള്ള മകളുടെ പേര് കൈകസി എന്നാണ്. കൈകസി എന്ന് സുപ്രസിദ്ധമായ പേരുള്ള തൻ്റെ പുത്രിയോട് കുബേരനെ കണ്ടപ്പോൾ പുഷ്പവിമാനത്തിൽ കുബേരൻ പോണത് കണ്ടപ്പോൾ പറഞ്ഞു. അതായത് സുമാലി മകളോട് പറഞ്ഞു എന്ന്. ഹിതായ അതായത് കുബേരനെ കണ്ടുല്ലോ പുഷ്പവിമാനത്തിൽ പോണത്, അത് കണ്ടപ്പോൾ സ്വന്തം മകളോട് രാക്ഷസന്മാർക്കൊക്കെ നന്മ വരണമെന്ന് വിചാരിക്കണം സുമാലി ഇപ്രകാരം പറഞ്ഞു.
ഹിതായ ചിന്തയാമാസ രാക്ഷസാനാം മഹാമനാ ഉവാച തനയാം തത്ര കൈകസിം നാമനാമതഃ. വത്സേ വിളിക്കണം മകളെ കൈകസിയെ. വിവാഹകാലസ്ഥേ യൗവനം ചാതി വർത്തതേ പ്രത്യാഖ്യാനാച്ച ഭീതേസ്ത്വം ന വരൈർഗൃഹ്യസേ ശുഭേ. വത്സേ പുത്രി, തേ വിവാഹകാലം, നിനക്ക് വിവാഹത്തിന് സമയമായിരിക്കണു. യൗവനം അതിവർത്തതേ ച, യൗവനം ഇങ്ങനെ കഴിഞ്ഞു പോണു. പ്രത്യാഖ്യാനാത്, അതായത് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇത് പറയരുതെന്ന്, എതിർത്ത് പറയരുത്. ഭീതൈ വരൈ, ഭയപ്പെട്ടിരിക്കുന്ന വരന്മാരാൽ, അതായത് ഇവള് വേണ്ടാന്ന് പറയുമോ എന്ന് പേടിച്ചിട്ടാണ് വരന്മാർ വരാത്തതേ. കാരണം അത്ര ഭംഗിയുണ്ട് അവൾക്ക്. ശുഭേ ശോഭനേ ത്വം ന ഗൃഹ്യസേ, നീ ഗ്രഹിക്കപ്പെടുന്നില്ല. നിന്നെ ആരും വിവാഹം കഴിക്കാത്ത അവർ വന്നിട്ട് നിന്നോട് എന്നെ വിവാഹം കഴിക്കുമെന്ന് ചോദിച്ചാൽ നീ ഇല്ല എന്ന് പറഞ്ഞാലോ എന്ന് വെച്ചിട്ടാണെന്ന്. അപ്പോൾ ഒരു ദിവസം പറയാണ്, ആര്, ഈ സുമാലി മകളായിട്ടുള്ള കൈകസിയോട് പറയണ, പുത്രി വത്സേ, നിൻ്റെ യൗവനം ആയി, നീ ഇപ്പോൾ യുവതിയായിരിക്കണോ. മാത്രമല്ല ഈ യുവത്വമൊക്കെ വേഗം ഇല്ലാണ്ടേ പോലോ. അതായത് ഞാൻ സമ്മതിക്കാതിരിക്കുമോ എന്നുള്ള ഭയം നിമിത്തം, അവളല്ല കേട്ടോ, പിന്നെ സുമാലി പറയണം, ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നുണ്ട്, നിന്നെ വരിക്കാൻ ആഗ്രഹിക്കുന്നവരാരും ഇതുവരെ എൻ്റെ അരികത്ത് വന്ന് ചോദിച്ചിട്ടില്ല. എൻ്റെ സമ്മതം ചോദിക്കാൻ ധൈര്യമില്ല എന്നിട്ടാണ് തോന്നണമെന്ന്. അതപ്പോൾ ഇവൾക്ക് ഇഷ്ടമില്ലായിട്ടാണോ എന്തായാലും. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, സുമാലി പറഞ്ഞത്, നിനക്ക് യുവതിയായി നീ അധികം കാലമൊന്നും യൗവനം നിൽക്കില്ല. നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണോ നിശ്ചയില്ല. ആരും ഇതുവരെ എൻ്റെ അരികത്ത് വന്ന് നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് സുമാലി പറയണത്. വത്സേ വിവാഹകാലസ്ഥേ യൗവനം ചാതി വർത്തതേ പ്രത്യാഖ്യാനാച്ച ഭീതൈസ്ത്വം. ഞാൻ തരില്ല, എൻ്റെ മകളെ തരില്ല എന്ന് പറയുന്നു വിചാരിച്ചിട്ടാണോ നിശ്ചയില്ല വരന്മാർ വരാത്തതെന്ന്. നവരേർ ഗൃഹ്യസേ ശുഭേ, അതുകൊണ്ടാണോ വരന്മാർ വരാത്തതെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. സാത്വം വരയ ഭദ്രം തേ മുനിം ബ്രഹ്മകുലോത്ഭവം സ്വയമേവ തതപുത്ര ഭവിഷ്യന്തി മഹാബല. ഈദൃശ സർവശോഭാഠ്യ ധനദേന സമാഹ ശുഭേ. സാത്വം, അതുകൊണ്ട് നീയ് സ്വയമേവ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബ്രഹ്മകുലോദ്ഭവ മുനിം, ബ്രഹ്മകുലത്തിൽ ഉത്ഭവിച്ച മുനിയെ വരിച്ചാലും നിനക്ക് ഇതുവരെ നിന്നെ അന്വേഷിച്ച് വരന്മാരൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നീയ് ഒരു ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള മുനിയെ പോയി വരിക്കൂ. തേ ഭദ്ര, നിനക്ക് മംഗളം വരട്ടെ. മഹാബല, മഹത്തായ ബലമുള്ളവരും സർവശോഭാഠ്യ, നല്ല ശ്രേഷ്ഠന്മാരും ധനദേന സമ, കുബേരനോട് തുല്യന്മാരുമായ ഈദൃശാഹ പുത്ര, അപ്പം നിനക്കും, നീ നല്ലൊരു ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ബ്രാഹ്മണനെ നിനക്ക് കിട്ടിയാൽ നിനക്കും ഇതുപോലെ കുബേരനെ പോലെയുള്ള പുത്രന്മാർ നിനക്കും ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായത് വിവാഹത്തിൻ്റെ നിൻ്റെ യുവത്വം, അതായത് വിവാഹകാലമൊക്കെ അതിക്രമിച്ചിരിക്കുന്ന നീയ് നിൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ബ്രഹ്മകുലത്തിൽ ജനിക്കണ ആ മുനിയെ വരിച്ചോളൂ. ആരെ പറഞ്ഞറിയോ? വിശ്രവസിനെ പോയി വിവാഹം കഴിച്ചോളൂ എന്ന് പറയാ സുമാലി. എന്നാൽ നിനക്ക് വിശ്രവസിൻ്റെ മകനല്ലേ വൈശ്രവണൻ, വിശ്രവസിനെ പോലെ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ളൊരു മുനി നീ പോയി വിവാഹം കഴിച്ചോളൂ. എന്നാൽ നിനക്ക് കുബേരനെ പോലെ ഉള്ള പുത്രന്മാരുണ്ടാവും. അതായത് നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പൊക്കോളാൻ പറയുകയാണ് വിശ്രവസിനോട്. വിശ്രവസിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാം. ആ മുനിയിൽ നിന്ന് നിനക്ക് നല്ല ബലവാന്മാരും തേജസ്വികളും എല്ലാ യോഗ്യതകളും തികഞ്ഞ കുബേരന് തുല്യമായിട്ടുള്ള പുത്രന്മാർ നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് സുമാലി പറയുകയാണ് വിശ്രവസിൻ്റെ അടുത്തേക്ക് പോവാൻ. ആരോട്? മകളായിട്ടുള്ള കൈകസിയോട്. രാക്ഷസിയാണ് കൈകസിട്ടോ. സാത്വം വരയ ഭദ്രം തേ മുനിം ബ്രഹ്മകുലോദ്ഭവം സ്വയമേവ തതപുത്ര ഭവിഷ്യന്തി മഹാബല. ഈദൃശ സർവശോഭാഠ്യ ധനദേന സമാഹ ശുഭേ. അത് പറഞ്ഞ് ഇവിടെ നിർത്താം. 48 കഴിഞ്ഞിട്ട്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.